ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് പൊന്മുടിക്ക് പോയപ്പോൾ ഉണ്ടായ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ താടിക്കരം തട്ടടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെ അങ്കമാലിയിൽ സ്റ്റേ അടിച്ചു, പിന്നെ പന്തളം പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് പൊന്മുടിക്ക് എത്തിയത്. പോണ വഴിക്ക് ആ ജഡായു പാറല്ലേ, അതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂട്ടിൽ തന്നെ കണ്ട് അത് കയറി എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പൊല്യൂഷൻ നമ്മൾ എടുത്തു അല്ലേ എന്നൊരു ഡൗട്ട് കേട്ടോ, ചെക്ക് ചെയ്യേണ്ടി വന്നതാണ്. ആണോ ഉണ്ട്? ഇജ്ജ് സംസാരിക്കേ. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ റെഡി. ഇനിയിപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പി എടുത്ത് കൈ പിടിക്കണം, അത്ര തന്നെ. നമ്മുടെ സെറ്റ് വർക്ക് ആവണില്ല കേട്ടോ. വണ്ടി വാങ്ങിച്ചപ്പോൾ എൻ്റെ കൂടെ ഒന്ന് സെറ്റാണ്. എന്തായാലും പാട്ടൊക്കെ ഇട്ട് പോകാലോ. അപ്പോൾ നമ്മുടെ ഷഫീഖിൻ്റെ ഷോപ്പിൽ നിന്ന് സെറ്റ് മാറ്റിയിട്ട് പോകാൻ ഇഷ്ടമാണ്. നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് കയറ്റിയിരിക്കുക കേട്ടോ. കൊതുവേ വണ്ടി കയറിയിട്ടേ ഒന്ന് കൊല വിളിക്കുകയാണ്. അതിനുള്ള വലിയൊരു 8 കാലി സ്പൈഡർ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അത് പുറത്തേക്ക് പോയിട്ട് എപ്പോഴും അവിടെ ഇരിക്കാറില്ല, എപ്പോഴും ഉള്ളിൽ കയറുന്നറില്ല. അതിനും എങ്ങനെയും കണ്ടുപിടിച്ച് പുറത്താക്കണം. എൻ്റെ അടുത്തേക്ക് എത്തിയത് എന്താ ചെയ്യാ? നമ്മള് കുറച്ചോണ്ട് പോയിട്ടോ. ഇവിടെ ഒരു താടിക്കാരന്റെ നല്ലൊരു തട്ടുകട ഉണ്ട് പറഞ്ഞപ്പോ വണ്ടി തിരിക്കുകയാണ്. മറ്റേ കട അല്ലേ? താടിക്കാരൻ തട്ടുകടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. റൈസ് ഞാൻ അമ്മ പാർസൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ചോറ് കഴിക്കണം. ബാക്കി ഡിഷൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ ഇഷ്ടം. എന്നാൽ ചായ പിടിക്കോ? ലോക്ക് ചെയ്തോ. എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. ഫിഷ് കറി ഉണ്ടോ? നല്ല ഫിഷ് കറി അല്ല എടുത്ത് ഫിഷ് കറി. അത് നമ്മൾ പാർസൽ ചെയ്യും. നിങ്ങൾ ഫിഷ് കറി എടുത്തോ. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യത്തെ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഹോട്ടൽ ഫുഡ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഗംഭീരാക്കാന്ന് വിചാരിച്ചു. എല്ലപ്പോഴൊക്കെയല്ലേ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മുതലുണ്ട് കൂടെ, ശ്രീകാന്ത്. ഒരു നാടൻ തട്ടുകട വൈബ്, ഒരു അടിപൊളി ഹോട്ടൽ. നമുക്ക് വളരെ ഒരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ എന്തായാലും നന്നായി കഴിച്ചു പോകാം. ബാക്കി നമുക്ക് പാർസൽ എടുക്കാമല്ലോ, നാളെയൊക്കെ വേണമെങ്കിൽ കഴിക്കാമല്ലോ. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. നല്ല മീൻകറി നന്നായിട്ടുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ടേസ്റ്റി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ താടിക്കാരൻ ഹോട്ടലിൽ നിന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മുതലാളിയാണ് കേട്ടോ. അത് നല്ല മനുഷ്യനാണ് കേട്ടോ. ആൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. സൂപ്പർ ഫുഡാണ് കേട്ടോ ബ്രോ. ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു, കാര്യമായിട്ട് പറയാം. ഇപ്പം പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം പോയി അറിയണ്ടേ. എന്നിട്ട് അവിടുന്ന് യൂട്ടെടുത്ത് വന്നതാണ്. ഞാൻ പുറത്താണ് ഇറക്കിയത്, 2-2.5 വന്നേ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കയറി കഴിച്ചാൽ നഷ്ടമായില്ല. നല്ല ഫുഡാണ്. നമ്മുടെ വ്ളോഗിൽ പറയുന്നുണ്ട്. ആ ഫുഡ് നമ്മൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാതെ വന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും വന്ന് കഴിക്കുക. അടിപൊളി ഫുഡാണ് അല്ലേ? സെറ്റ്. ഓക്കെ ബ്രോ, ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ അടിപൊളി. ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ബില്ല് അറിയാം എനിക്ക് വെറും 660 കേട്ടോ. വെറും 660. അതായത് നമ്മൾ ഇവിടെ ഒരുവിധം എല്ലാ ഫുഡും കഴിച്ചു. വളരെ റീസണബിൾ പ്രൈസാണ് അങ്ങനെ ബില്ലാണ്. പിന്നെ വളരെ നല്ല പെരുമാറ്റം അവരൊക്കെ. ഇവിടെ എല്ലാ ഓരോ ആൾക്കാരും നമ്മുടെ വന്ന് ചോദിച്ചിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യും. ഇപ്പോൾ റൂട്ടിൽ പാസ് ചെയ്യുമ്പോഴും അകമല 50 വഴി കേട്ടോ പാസ് ചെയ്യുക. ഇവിടെ നമ്മൾ തൊഴുതിട്ട് നമ്മൾ കുഴപ്പമൊന്നും വരരുതെന്ന് പ്രാർത്ഥിച്ചു പോകും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവാണ്. അപ്പോൾ ഇനി നമ്മൾ എവിടെയും നോൺ സ്റ്റോപ്പായിട്ട് പോകാം. നമുക്ക് ക്ഷീണമാണെങ്കിൽ ഹോട്ടലെടുത്ത് താമസിക്കും, അല്ലെങ്കിൽ ഒറ്റ പോക്കാണ് കേട്ടോ. നമ്മൾ അങ്കമാലിയാണ് കേട്ടോ. ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങി. 10:30-10:45 സമയം. ഇനി വെറുതെ റിസ്ക് എടുത്തിട്ട് ഉറക്കം തൂങ്ങി ഓടിക്കാനൊക്കെ നല്ലത് ഡീസൻ്റായിട്ടൊരു സ്ഥലത്ത് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ പോകാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മളൊരു റൂം എടുത്തു. ഇനി നമ്മളിവിടെ ഉറങ്ങാൻ പോവാണ്. റൂം എടുത്ത് കിടന്നിട്ട് നാളെ രാവിലെ നമ്മൾ പുലർച്ചെ അങ്ങോട്ട് വിടും. നമ്മുടെ ടീമിനെ ഒക്കെ അവിടുന്ന് ഫോം ആവണൊക്കെ മുന്നേ നമ്മളതിൻ്റെ കൂടെ പിടിക്കണം. ഏകദേശം 10:45 നല്ല ഉറക്കം വരാൻ തുടങ്ങി. റിസപ്ഷൻ റൂം. അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിൽ റൂമിൽ താമസിക്കുകയാണ്. വണ്ടിയുടെ പോലെ കാണിച്ചു ഫുള്ള് ചളിയുണ്ട് കേട്ടോ. വരുന്ന വഴിയിൽ നല്ല മഴയുണ്ടായിരുന്നു അല്ലേ? ഇനി പറ്റിയ നാളെ കഴുകണമെന്നുണ്ട്. നാളെ രാവിലെ നമ്മൾ പുലർച്ചെ ഉറങ്ങി അടിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോകും. അവിടെ എനിക്ക് 8 മണി 9 മണിക്കാണ് പരിപാടി. അതിന് മുന്നേ നമ്മളവിടെ എത്തണം. നമ്മൾ പ്ലാൻ വേഗം ഉറങ്ങാം, എനിക്ക് പോകാം. നമ്മൾ പാക്ക് ചെയ്തു ഇറങ്ങുകയാണ്. സമയം 3:10. സമയമുണ്ട്. 3:10 കറക്റ്റ് ടൈമാണ്. ഉറക്കം വലിയ രീതിയിൽ ശരിയില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് പുറപ്പെട്ടു. എന്നാൽ അത്രയും പെട്ടെന്ന് അവിടെ എത്തുമല്ലോ. 5 മണിക്കൂർ എങ്ങാണ്ട് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ
ഒരു 8:15 ആകുമ്പോഴേക്കും എത്തും. എനിക്ക് 9 മണിക്കിട്ടാണ് ഇവിടുന്ന് എല്ലാ വണ്ടിയും പോകുന്നുണ്ട്. ഒരു 8:15 ആകുമ്പോഴേക്ക് നമ്മളവിടെ എത്തും. തണുപ്പുണ്ട് കേട്ടോ നാട്ടിൽ, മഴയൊക്കെ പെയ്തുകൊണ്ടേ നല്ല കാലാവസ്ഥയാണ്. AC ഒന്നും വേണ്ടിയൊന്നുമില്ല. 300 rupees ലാഭം തണുപ്പ് വരണം. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കല്ലേ കുറച്ച് നേരം. എന്നാലും എവിടെ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് ഇടാ. നമ്മൾ 5 മണിക്കൂർ 15 മിനിറ്റിൽ 8:28 നമ്മൾ അവിടെ എത്തുന്നതാണ്. ഓക്കെ, പഴമൊന്നും വേണ്ട, തണുപ്പ് കാരണം. റേഡിയേറ്ററിൻ്റെ മറ്റേ എക്സ്ട്രാ ടാങ്ക് ഉണ്ടല്ലോ, അതിൽ വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചത് ഇതിൽ വെള്ളം ഫുള്ളുണ്ട്. ലോ ഹൈയിൽ നിർത്തിക്കോ, ഒരു മിനിറ്റ്. ഇപ്പം നോക്കി എത്രയും നോക്കി മധുരം ഗ്ലാസ് ഭയങ്കര മംഗലാട്ടോ, കുടിക്കാൻ ഭയങ്കര പ്രയാസമായിട്ടുണ്ട്. ഇന്ന് തുടച്ചപ്പോൾ കൂടി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് തുടയ്ക്കാൻ വിചാരിച്ചു. ഉണ്ടല്ലേ അത് അലമ്പായിട്ടാണോ. ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് പേപ്പർ ഇട്ട് തുടയ്ക്കാന്ന് വെച്ചു. ഞാൻ തോർത്തുകൊണ്ട് തുടച്ചപ്പോൾ കൂടി പോയി അല്ലേ. ഓക്കെ, റെഡി. ഒരു ചായക്കടയിൽ നിർത്തിയതാട്ടോ. നമ്മൾ ഓൺ ദ വേയിലാണ് കേട്ടോ. ഇപ്പോൾ പന്തളം എത്തി. അപ്പോൾ എന്തെങ്കിലും തൊഴുതിട്ട് പോകുമെന്ന് വിചാരിച്ചു അല്ലേ. സാധാരണ ശബരിമലയ്ക്ക് വരുമ്പോൾ ഇവിടെ വരല് നല്ലൊരു ചാൻസ് ആയിട്ടോ. കറക്റ്റ് രാവിലെ 6:30-7 മണി ആയിട്ടേ ഉള്ളൂ. നല്ല ടൈമാണ് ഇവിടെ എത്തിയത്. ഉള്ളിൽ നിന്ന് പോയി തൊഴുതിട്ട് ഞാൻ പോയിന്റാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായി പോയിട്ടോ. തീരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതുവഴി പോയപ്പോൾ പെട്ടെന്നല്ല നമ്മൾ കണ്ടത്. വണ്ടി നിർത്തി നോക്കുമ്പോൾ പന്തളം പാലസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തുന്നത് നമ്മൾ തീരെ പ്രതീക്ഷയില്ല. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പോസിറ്റീവ് വൈബ് സഡനായിട്ട് കയറിയ പോലെ. ആക്ച്വലി ഉള്ളിൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്താ ഞാൻ നോക്കി കണ്ടിട്ട് വരാം. ഒരു പഴയ കസേര ഇരിക്കുന്നു കേട്ടോ, അന്ധകാലത്തെ കസേര അല്ലേ. പന്തളം പാലസിന് തൊട്ടടുത്ത് രാജരാജശേഖര മണ്ഡപട്ടോ. അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നു ഒരു എൻഗ്രേവ് ചെയ്ത പോലൊരു സംഭവമുണ്ട്. അതിന് അയ്യപ്പൻ്റെ സ്റ്റോറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, നല്ല സ്മെല്ലോട്ടോ ചന്ദനത്തിൻ്റെ ഒക്കെ. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി അല്ലേ. ഇവിടെ കാണാൻ പറ്റും അയ്യപ്പൻ പിന്നെ മറ്റേ ഇവർ വധിക്കുന്നതും അല്ലേ, പുലിനായിട്ട് വരുന്നതും. നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ രക്ഷയില്ലാത്തൊരു ഫീലർ എനിക്കൊന്ന് പറയണ്ട. ഇതൊക്കെ പഴയ ഭരണി അതൊക്കെ ഇവിടെ എടുത്തു വെച്ചിരിക്കും കേട്ടോ. ഫോട്ടോഗ്രാഫി എഴുതിയിട്ടുണ്ട്, ബാക്കി എന്താണെന്ന് എഴുതിയിട്ടില്ല. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് മോസ്റ്റ് പ്രോബ്ലി. വെരി ഓൾഡ് പുരാതന താളിയിലെ ഗ്രന്ഥങ്ങൾ.
ഇത് പ്രതീക്ഷിക്കുന്ന ഭയങ്കര ബ്ലസ്ഡ് ആയി ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് അയ്യപ്പൻ്റെ വാളും കയ്യിലൊക്കെ കണ്ടു കേട്ടോ. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്കിവിടെ വരണം. ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇവിടെ ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നത് അറിയാത്തതുകൊണ്ടാണ് അന്ന് ക്ലോസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം കണ്ടു. തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു കാഴ്ചയായതുകൊണ്ടും മൊത്തത്തിൽ ഇവിടുത്തെ വൈബും എല്ലാം ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വേറെ ട്രിപ്പ് മൂടായിട്ട് പോകുമ്പോൾ ഇവിടേക്കൊക്കെ ഒന്ന് എത്തിപ്പെടുന്ന പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് ഓൺ ദ വേ പോലും അറിയില്ല. അപ്പോൾ നമ്മുടെ ജീപ്പ്, ഇത് അമ്മറൊന്നുമല്ല, ഇതാണ് ജീപ്പ്. ഇത് മുഖം കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ജീപ്പ് മേടിച്ചു കേട്ടോ. വീണക്കുട്ടിക്ക് ഒരു പെയിൻറ്റിങ്ങുള്ള സാധനം കൂടി വാങ്ങിച്ചു കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഗരുഡൻ പാറ കണ്ടു കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അത് പിന്നത്തേക്ക് വെക്കണം, അല്ലെങ്കിൽ പിന്നെ പരിപാടി കഴിഞ്ഞ ദിവസം പോയി കാണണം അല്ലേ? അതാണ് സംഭവം കേട്ടോ. എന്തായാലും കണ്ടല്ലോ അല്ലേ? ഇവിടുന്ന് കണ്ടല്ലേ മല? ഇതാണ് സംഭവം. ഫുൾ ടാങ്ക് അടിക്കണ്ട, തെറിക്കുള്ളൂ. കയറുന്ന സമയത്ത് ഒരു 2000 രൂപയ്ക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. 2000 അടിച്ചാൽ മതി. ചിലപ്പോൾ ശരി മേലേക്ക് കുന്ന് കയറേണ്ടി വരും എന്നറിയില്ല. ഫൈനൽ നമ്മളവിടെ എത്തിട്ടോ. ഓടിപ്പിടിച്ച് അടിപൊളിയാണ്. ഒരുപാട് വണ്ടികളുണ്ട്. ഹായ് ഹായ് ഹലോ ശരത്, എന്തുണ്ട്? അങ്ങനെ ഫൈനലി ബൊലേറോ ക്ലബിൻ്റെ മീറ്റിന് ഞാനും പൊന്മുടി എത്തിയിട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. എത്ര ആൾക്കാരായിരുന്നു അറിയോ? 70ൻ്റെ മേലെ, 70 above വണ്ടികൾ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു കേരള ഗ്രൂപ്പാണല്ലോ. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, ഇപ്പം ഞാൻ പാലക്കാട് നിന്നാണ് പോയത്, അതുപോലെ പല ഭാഗത്തു നിന്നാണ് ഈ വണ്ടികളോട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ആൾക്കാരെ ഒരു പോയിന്റിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ. എങ്ങനെ അതവർ ചെയ്തു എന്നുള്ളത് ഒരു മൈൻഡ് ബ്ലോയിങ് തിങ് ആണ്. കാരണം അഡ്മിൻ പാനലും അഡ്മിൻ ടീമും അവർക്ക് ഒരുപാട് അതിനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി തലേദിവസം എത്തണ്ടായിരുന്നു. എനിക്ക് തലേദിവസം എത്താൻ പറ്റിയില്ല. തലേദിവസം എത്തിയിരുന്നെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ പരിചയപ്പെടാൻ അവസരം കിട്ടിയിരുന്നു. ഇപ്പം ഞാൻ ഇൻ ബിറ്റ്വീൻ കയറിയോണ്ട് ഓരോരുത്തർ അങ്ങനെ വഴിക്ക് വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ കുറേ ആൾക്കാരെ മിസ്സായി പോയി. എന്തായാലും അടുത്ത പ്രാവശ്യത്തെ മീറ്റിന് ഒരു ദിവസം മുന്നേ എന്തായാലും എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ കണ്ടിന്യൂ ആയിട്ടൊരു 12 days ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓരോ സ്ഥലത്ത് കൂടി പോകുമ്പോഴും എനിക്ക് ഓരോ ആവശ്യങ്ങൾക്കും എനിക്ക് കിട്ടിയ സപ്പോർട്ടൊക്കെ വളരെ വലുതാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഈ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വഴിയറിയാത്ത സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളുണ്ടാവും ആ വട്ടത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചില വഴി കൂടെയൊക്കെ രാത്രി ലേറ്റായിട്ട് പാസ് ചെയ്ത സമയത്ത് അവർ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ കണ്ട് എനിക്ക് താമസിക്കാനും എനിക്ക് ഭക്ഷണമൊക്കെ തന്ന ആൾക്കാരും ഒന്നും പറയില്ല. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത ദിവസങ്ങളായിരുന്നു അതൊക്കെ. എനിക്ക് യൂട്യൂബ് ത്രൂ ഒരു ആളെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അത് അമിത് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ട് എന്നെ ട്രിവാൻഡ്രം മൊത്തം കറക്കി. അതൊക്കെ ഒരു ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് അറിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. നമ്മൾ SS മഹീന്ദ്രയിൽ നിന്ന് അടിപൊളി ബ്രോ. സോ റിയലി അപ്രീഷിയേറ്റ് ബ്രോ. ഞാൻ ഓഫ് ചെയ്യാൻ പോയി നോക്കിക്കോ.